അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നോക്കുക, നമ്മൾ ഗ്രാഫ് വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ ലെറ്റർ ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ഈസ് ഇഫ് ഇൻവെർട്ടബിൾ ആണോ എന്നാണ്. അപ്പൊ കണ്ടീഷൻ ആറിൽ നിന്ന് ആറിലോട്ട് ആവുമ്പോൾ നെഗറ്റീവ് നമ്പറും വരും അല്ലെ. -1ന്റെ സ്ക്വയർ എന്താ +1, +1ന്റെ സ്ക്വയർ എന്താ 1. അപ്പൊ നോക്കിയേ രണ്ടുപേർക്ക് ഒരേ ഇമേജ് വന്നു. അപ്പൊ അത് 1 1 അല്ലല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഇൻവെർട്ടബിൾ അല്ല. 1 1 കൊണ്ടുവാണെങ്കിൽ മാത്രമേ ഇൻവെർട്ടബിൾ ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ എഫ് ഓഫ് -2 തന്നെയാണ്. എഫ് ഓഫ് -2 എഫ് ഓഫ് 2 സെയിം ആണ് അല്ലെ. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് സെയിം നമ്പറുള്ള ഇത് വരുമ്പോൾ അത് 1 1 അല്ലാതെ പോകും. അതുകൊണ്ട് അത് ഇൻവെർട്ടബിൾ അല്ല എന്ന് പറയും. അതാണ് എക്സാമ്പിൾ കണ്ടുപിടിക്കാനുണ്ടായിരുന്നേ. ഓണ്ടുവാണോ എന്ന് നോക്കിയോ, ഓണ്ടുവാണോ ചെക്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. നമുക്കറിയാം ഓണ്ടുവിന്റെ കേസിലും വരത്തില്ല. കാരണം എന്താ, എക്സിന്റെ ഇമേജ് ഇപ്പം എക്സ് 4 ആകുമ്പോ 2 ആകുമ്പോ എക്സ് സ്ക്വയർ എന്താ 4 ആ. 4 ആ 4ന്റെ √4 എന്തായിരിക്കും +or-2 വരും അല്ലെ. അപ്പൊ നമുക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചാല് അപ്പൊ നമ്മള് ഇവിടെ ബിക്കോസ് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ഈ ഹാസ് എ സ്ക്വയർ റൂട്ട്, സോ എഫ് ഓഫ് എക്സ് ഈസ് ഓണ്ടു അല്ലെ, ഈസ് ഓണ്ടു. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എടുക്കുവാണ് നോൺ നെഗറ്റീവ്. അതായത് ഇപ്പൊ നോൺ നെഗറ്റീവ് ഓണ്ടു എടുക്കുമ്പോഴത്തേക്കിനും ഓണ്ടു ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് ഇല്ല അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സിന് ഒരു സ്ക്വയർ റൂട്ട് ഉണ്ടോ? സ്ക്വയർ റൂട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുവാണ് അത് ഓണ്ടുമായിട്ട് വരും. ആർ പ്ലസിലോട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വരും. നോൺ നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് ഇല്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് ഓണ്ടു ആണെന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അടുത്താണ് ഇത് നമ്മൾ കണ്ട ഇതേപോലെ സെയിം കാര്യങ്ങളാണ്. എല്ലാ കോമ്പൻസേഷൻ കണ്ടുപിടിക്കാനുള്ള ഹോംവർക്ക് ആയിരുന്നു. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുവേ. സപ്പോസ് ഇത് ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കേട്ടോ. നോക്കിയ സപ്പോസ് യു ഈക്വൽ 1 2 3 4 5 6 എക്സെട്ര 10, എ ഈസ് ഈക്വൽ 1 2 3 4 5 എക്സെട്ര. ബി എന്ന് പറയുന്ന ഇതാണ്. ഫൈൻഡ് ദ സ്ട്രിംഗ് റെപ്രസെന്റേഷൻ എ ബി, എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി. നമ്മളോട് ചോദ്യം യൂണിവേഴ്സൽ സെറ്റിൽ 1 തുടങ്ങി 10 വരെയുള്ള ആൾക്കാർ. ശ്രദ്ധിച്ചു കേട്ടോ, എക്സാമിന് വരുന്നതാണ്. യൂണിവേഴ്സൽ സെറ്റില് 1 തുടങ്ങി 10 വരെയുള്ള ആൾക്കാരാണ്. ക്യാപിറ്റൽ എക്കകത്ത് 1 തുടങ്ങി 5 വരെയും ക്യാപിറ്റൽ ബിക്കകത്ത് 1 3 5 7 9 ഇത്രയാണ്. അങ്ങനെയാണ് നമ്മളോട് ഇതിന്റെ സ്ട്രിംഗ് റെപ്രസെന്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു സെറ്റിലെ മെമ്പർ ആണെങ്കിൽ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ മൊത്തം 10 പേരുണ്ട്, ശരിയല്ലേ? യൂണിവേഴ്സൽ സെറ്റിൽ മൊത്തം 10 പേരുണ്ട്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് എയിലെ ഒരു മെമ്പർ എടുക്കുന്നു. അത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടെങ്കിൽ 1 കൊടുക്കും, ഇല്ലെങ്കിൽ 0 കൊടുക്കും. മനസ്സിലായല്ലോ? ബിറ്റ് സ്ട്രിംഗ് റെപ്രസെന്റേഷൻ ഓഫ് എ ആ കൊടുക്കുന്നത്. 1 യൂണിവേഴ്സൽ സെറ്റിൽ അതായത് യൂണിവേഴ്സൽ സെറ്റിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലെ ഒരു മെമ്പർ എടുത്താല് സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ 1 കൊടുക്കും, ഇല്ലെങ്കിൽ 0 കൊടുക്കും. യൂണിവേഴ്സൽ സെറ്റിൽ തുടക്കം തുടങ്ങി നമ്മൾ നോക്കുകയാണ്. 1 എയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. 2 എയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. 3 എയിലുണ്ടോ? ഉണ്ട്, അതിന് 1 കൊടുത്തു. 4 എയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. 5 എയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. നോക്കിയേ 6 7 8 9 10 ഒന്നും എയിലില്ല. അതുകൊണ്ട് അതൊക്കെല്ലാം എന്നാ കൊടുത്തു? 0 0 0 0 അല്ലെ. അപ്പൊ അതിന്റെ ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അതുപോലെ എന്റെ ബി നോക്കിക്കേ. ബിയില് 1 എയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. 2 ബിയിലുണ്ടോ? ഇല്ല, 0 കൊടുത്തു. 3 ബിയിലുണ്ടോ? ഉണ്ട്, 1 കൊടുത്തു. അങ്ങനെ നമ്മൾ എഴുതിയേക്കുന്നതാണ് ഇത്. ഇനി രണ്ടേം കൂടി ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 2 രീതി എടുക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ഇന്റർസെക്ഷൻ എടുത്ത് ബിറ്റ് സ്ട്രിംഗിലോട്ട് റെപ്രസെന്റ് ചെയ്യാം. നമ്മളോട് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർസെക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? 2 സെറ്റുകൾ ഇന്റർസെക്ഷൻ എടുത്ത് മെമ്പർ ഉണ്ടോ നോക്കിയാലും കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ഇന്റർസെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ താഴെ എഴുതുക. ഇന്റർസെക്ഷൻ ആകുമ്പോൾ രണ്ടും സെയിം 1 ഒരേ രണ്ടിടത്തും 1 വന്നാലേ 1 ആവത്തുള്ളൂ ഇന്റർസെക്ഷൻ. അല്ലാത്ത കേസൊക്കെ 0 ആവും അല്ലെ. അപ്പൊ 0 0 0 1 0 1 1 ഇന്റർസെക്ഷൻ ആണല്ലോ. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് യൂണിയൻ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ താഴെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മിസ്റ്റേക്ക് ഉള്ളതാണ്, താഴെ തിരുത്തി എഴുതിയിട്ടുണ്ട്.
സീറോയുടെ 0 വരുമ്പോ 0. നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ, ഇത് എഴുതിയേക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ കണ്ടേക്കുന്നുണ്ടോ? ഇതൊരു മിസ്റ്റേക്ക് ആണ് താഴെയുള്ളത്. ഇതിന്റെ ആൻസർ ആണ് താഴെ എഴുതിയിട്ടുണ്ട്. 0 വരുമ്പോ 0, 01 വരുമ്പോ 0, 00 വരുമ്പോ 0, 01 വരുമ്പോ 0, 00 വരുമ്പോ 0, 11 വന്നപ്പോ 1, 10 വന്നപ്പോ 0, 11 വന്നപ്പോ 1, 10 വന്നപ്പോ 0, 11 വന്നപ്പോ 1. അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളത് കണ്ട് മനസ്സിലാക്കി അത് തെറ്റിക്കണം കേട്ടോ. അടുത്തത് A യൂണിയൻ B വരുമ്പോ 00 വരുമ്പോ 0, 01 വരുമ്പോ 1, 00 വരുമ്പോ 0, 01 വരുമ്പോ 1, അങ്ങനെ അതിന്റെ ആൻസർ കിട്ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത് അല്ലേ? യൂണിവേഴ്സൽ ഇതേപോലെ തന്നെയാണ്, സെയിം ആണ് അടുത്ത് ചെയ്യാനുള്ളത്. ചെറിയ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ നിങ്ങൾ അത് തിരുത്തിക്കണം കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ചോദിക്കും, ഞാൻ നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് പൊട്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയാം. നെക്സ്റ്റ് ഒരു സീലിംഗും ഫ്ലോറും ആണ് കേട്ടോ. സീലിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞ എന്താണെന്ന് പറയാം. ഫ്ലോർ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? താഴെയാ നിലവല്ലേ നമ്മൾ പറയാം. സീലിംഗ് പറഞ്ഞാൽ മണ്ടയിൽ ഇടുന്നതാ. താഴെയാണ് ഫ്ലോറിങ് സീലിംഗ് എന്ന് പറയല്ലേ. മണ്ട ഇടുന്നത് ഫ്ലോറിങ് സീലിംഗ് മണ്ട ഇടുന്നത്, ഫ്ലോറിങ് താഴെ ഇടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്പേഴ്സിന്റെ കേസിലും പറയുവാണ്. ഈ സീലിംഗിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ നമുക്കറിയാം, സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് അതിന്റെ ഒരു മണ്ടഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ അതാണ് ഫ്ലോറിങ്ങിന്റെ നൊട്ടേഷൻ. സീലിംഗ് വരുമ്പോ താഴ്ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ സീലിംഗിന്റെ നൊട്ടേഷൻ ആവും. അപ്പൊ ഫ്ലോർ ഓഫ് എക്സ് എന്ന് പറയുമ്പം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് നമുക്ക് പറയേണ്ട ഫ്ലോർ ആകുമ്പം നമ്മൾ 3.5 വരിക. അതിന്റെ ഫ്ലോർ എടുക്കാൻ പറഞ്ഞാല് അതായത് 3.5-നേക്കാട്ടിലും ചെറിയ വലിയ ഇന്റീജർ ആണ്. അപ്പൊ 3.5-നേക്കാൾ ചെറുത് 3 ചെറുതാ, 2 ചെറുതാ, 1 ചെറുതാ അല്ലെ? അതിൽ വലിയ ഇന്റീജർ ആരാ? 3. അതാണ് ഫ്ലോർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫ്ലോർ എടുക്കുക. സീലിംഗ് എന്ന് പറഞ്ഞാല് ലീസ്റ്റ് ഇന്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിനകത്ത് 3.5 എടുത്താൽ 3.5 എടുത്താൽ അതിനേക്കാൾ വലുത് ആരാണ്? 4 അതെ, 5 അതെ, 6 അതെ അല്ലെ? അപ്പൊ അതിൽ ചെറിയ ഇന്റീജർ ഏതാ? 4. അതാണ് സീലിംഗ് എന്ന് പറയും. ഇവിടെ നോക്കിയാൽ സീലിംഗും ഫ്ലോറും നമ്മളെ വ്യത്യാസം കണ്ടോണേ. ഡെഫിനേഷൻ കൃത്യമായിട്ടോ. ലീസ്റ്റ് ഇന്റീജർ ഈക്വൽ ടു എക്സ് ആണ്. ഫ്ലോർ ഓഫ് 6.5 6 ആ. സീലിംഗ് ഓഫ് 6.5 7 വരും. 1/2ന്റെ ഫ്ലോർ 0 വരും, 1/2ന്റെ സീലിംഗ് 1 വരും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. ഇത് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. വരയ്ക്കാൻ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വരയ്ക്കണം. ഇവിടെ നോക്കിയേ, നമ്മളോട് ചോദിക്കുന്നതാണ് ഇത് ഈ ഗ്രാഫ് ഒക്കെ ഡ്രോ ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫ്ലോ അല്ലെ ഗ്രോ സീലിംഗ് വരയ്ക്കുക, ഫ്ലോർ വരയ്ക്കുക എന്നൊക്കെ നിങ്ങളോട് ചോദിക്കുവേ. അപ്പൊ നമുക്ക് നോക്കിയേ, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ നോക്കിയേ, -3ക്കും +2നും ഇടയ്ക്ക് വരുമ്പം എന്തായിരിക്കും? നമ്മളോട് ചോദിക്കുന്നത് എന്ത് കാണാനാ പറഞ്ഞേക്കുന്നേ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ, ലീസ്റ്റ് ഇന്റീജർ അല്ല, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫ്ലോർ സീലിംഗ് അല്ലെ. അപ്പൊ സീലിംഗ് ആയതുകൊണ്ട് -3ക്കും ഇതെന്താണ് +2 -3 സീലിംഗ് ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷനും ഉണ്ട്, ലീസ്റ്റ് ഇന്റീജർ ഫംഗ്ഷനും ഉണ്ട്. സീലിംഗ് ഓഫ് ദ റിയൽ നമ്പർ സ്മോളസ്റ്റ് ഇന്റീജർ നോക്കുക. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഫംഗ്ഷൻ ആണ്. ഫ്ലോർ ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. കാരണം ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് ഫ്ലോർ കേട്ടോ. സീലിംഗ് എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ആണ്. ഗ്ರೇറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ വരയ്ക്കാനാണ് ചോദിക്കുന്നത്, വെച്ചാൽ ഫ്ലോർ വരയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നോക്കേ, -3ക്ക് നമ്മൾ വരയ്ക്കാൻ നേരത്തെ ഇതേ കോമ്പിനേഷൻ എടുത്തോണേ. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അടുത്ത -2 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 1, -1 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 0. അങ്ങനെ വേണം എടുക്കാൻ. അപ്പൊ ഇവിടെ ഫ്ലോർ ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ 3 ആ. ഇതിൽ വലിയ ഇന്റീജർ എക്സിനേക്കാൾ ചെറിയ വലിയ ഇന്റീജർ ആരാ? -3. എക്സിനേക്കാൾ ചെറിയ വലിയ ഇന്റീജർ ഇവിടെ -2. എക്സിനേക്കാൾ ചെറിയ വലിയ ഇന്റീജർ -1 അല്ലെ. എക്സിനേക്കാൾ ചെറിയ വലിയ ഇന്റീജർ 0. അങ്ങനെ പോകും. അപ്പൊ നോക്കിക്കേ, നമുക്കിത് വരയ്ക്കാൻ ചോദിക്കുവേ. വരയ്ക്കുമ്പോ നോക്കിയേ, 0ക്കും 1നും ഇടയ്ക്ക്, 0ക്കും 1നും ഇടയ്ക്ക് എന്ന് പറയുമ്പം നോക്കിക്കേ, 0ക്കും 1നും ഇടയ്ക്ക് എന്ന് പറയുമ്പോ 0 ആയ അല്ലെ. 0 1 വരെ 0 ആയ. അപ്പൊ 0 ഉൾപ്പെടും. 0 ഉൾപ്പെടെ 1 വരെ പോകും. 0 ഉൾപ്പെടെ ഇങ്ങനെ അങ്ങ് പോവാ 1ന്റെ അവിടെ വരെ. 1 തുടങ്ങി 2 വരെ 1 ഉൾപ്പെടും അല്ലെ. 1 ഉൾപ്പെടെ ഉൾപ്പെടുന്നതാണ് ബോൾഡ് ആയിട്ട് കൊടുക്കണേ, ബോൾഡ് ആയിട്ട്. അതുപോലെ 2 ആകുമ്പോ 2 ഉൾപ്പെടെ